വചനം 38. വാക്കർത്ഥം. കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും അഥവാ ആത്മാവും ആളും, ബിമാ കസബത്ത്, അത് സമ്പാദിച്ചതിന് പ്രവർത്തിച്ചതിന്, റഹീന, പണയമാണ്, പണയപ്പെട്ടതായിരിക്കും. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, എല്ലാ ഓരോ ദേഹവും ആളും അത് സമ്പാദിച്ചു വച്ചതിന് പണയപ്പെട്ടതായിരിക്കും. വചനം 39. വാക്കർത്ഥം. ഇല്ലാ അസ്ഹാബ, ആൾക്കാരൊഴികെ, കൂട്ടരല്ലാതെ, അൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ, ഇല്ലാ അസ്ഹാബൽ യമീൻ, വലതുപക്ഷക്കാരൊഴികെ. വചനം 40. വാക്കർത്ഥം. ഫീ ജന്നാത്തിൻ, ചില സ്വർഗങ്ങളിൽ, യതസാഅലൂൻ, അവർ ചോദ്യം ചെയ്യും. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, ചില സ്വർഗങ്ങളിലായിരിക്കും അവർ ചോദ്യം ചെയ്യും. വചനം 41. വാക്കർത്ഥം. അനിൽ മുജിരിമീൻ, കുറ്റവാളികളെപ്പറ്റി, കുറ്റവാളികളെക്കുറിച്ച്. വചനം 42. വാക്കർത്ഥം. മാ സലക്കക്കും, നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്, പ്രവേശിപ്പിച്ച കാരണം എന്താണ്. ഫീ സഖർ, സഖറിൽ, നരകത്തിൽ. അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ, നിങ്ങളെ സഖറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന്. വചനം 38 മുതൽ 42 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഓരോ ആളും അവരവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമായിരിക്കും. അഥവാ സ്വന്തം കടമകളും ബാധ്യതകളും തീർത്തു കഴിഞ്ഞ സമ്പാദ്യങ്ങളാണുള്ളതെങ്കിൽ രക്ഷയുണ്ട്. ഇല്ലാത്ത പക്ഷം രക്ഷ കിട്ടുവാൻ മാർഗമില്ല. പക്ഷേ വലതുപക്ഷക്കാരാകുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകളും ബാധ്യതകളുമെല്ലാം ഇഹത്തിൽ വെച്ച് നേരത്തെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ കർമ്മങ്ങൾക്ക് പണയപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നതല്ല. വലതുപക്ഷക്കാരെപ്പറ്റി സൂറത്തു വാഖിഅയിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. അവർക്ക് സഖറിനെ ഭയപ്പെടേണ്ടതുമില്ല. സ്വർഗമായിരിക്കും അവരുടെ സങ്കേതം. അവിടെ വച്ച് ചിലപ്പോൾ അവർ സഖറിൻ്റെ അവകാശികളായി തീർന്ന കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തും. നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ കാരണമെന്താണെന്ന് അവരോട് ചോദിക്കും. അതിന് നരകക്കാർ നൽകുന്ന മറുപടി നോക്കുക.